ഹാപ്പി 2025 എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സര ആശംസകൾ. വാക്ക് തിരിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇന്ന് എനിക്കിന്ന് ഇവിടെ അവധിയാണ് കേട്ടോ, ജനുവരി 1. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ ദോശ, ഇഡ്ഡലി, സാമ്പാർ, പിന്നെ ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയും പച്ചമുളകും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഇച്ചിരി പുളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കും. ഇതൊക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഞാൻ അതിൽ വടയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ഒരു ചെറിയൊരു മിനി വീഡിയോ ആണ് ഇന്നത്തെ ജനുവരി 2025. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ അല്ല, ഓൾറെഡി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ കുറച്ചെടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരു വീഡിയോ കൂടി ഒരു ചെറിയ കുറച്ച് ലെങ്തി ആയിട്ട്, മിനി എന്ന് പറഞ്ഞാലും കുറച്ച് ലെങ്തി ആയി പോവും, ചിലപ്പം അത് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എൻ്റെ മാവ് ഏതാണ്ട് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആദ്യം ഫസ്റ്റ് ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ എടുത്തിരിക്കുന്ന പതയില്ലേ, പതയിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അതുപോലെ എടുക്കുവാണ് കേട്ടോ. നല്ല പഫ് ഇഡ്ഡലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് മാവേ ഇടുന്നുള്ളൂ. ഇവിടെ വെള്ളവും ഓൾമോസ്റ്റ് തിളച്ച് വരുന്നുണ്ട് സ്റ്റീം ചെയ്യാനായിട്ട്. അങ്ങനെ എൻ്റെ 12 തട്ട് ഇഡ്ഡലി ഇത് ഒന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് സാമ്പാറിനുള്ള പരിപാടിയും ദോശയ്ക്കുള്ള പരിപാടിയും ചെയ്യാം. ഞാൻ 12 തട്ടെന്നാണ് തോന്നുന്നു പറഞ്ഞത്. 3 തട്ട് 12 ഇഡ്ഡലി, അതാണ് ഉദ്ദേശിച്ചത്. ഇനി സാമ്പാറിനുള്ള പരിപാടി. അതിലേക്ക് ഞാൻ ഒരു കുക്കർ എടുക്കുന്നുണ്ട്. കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. പരിപ്പൊക്കെ കഴുകി എടുത്തു വെച്ചിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞതിന് ശേഷം വെച്ചു. പിന്നെ ചൂടോടുകൂടി ദോശയും ഉഴുന്നും ചട്നിയും, ഇത് ഇത്രയും പച്ചക്കറി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് സാമ്പാർ. എൻ്റെ കയ്യിലുള്ള ഇന്നൊക്കെ പച്ചക്കറി എന്നല്ല, എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. യൂഷ്വലി മുരിങ്ങക്കോല്, വെണ്ടയ്ക്ക, പിന്നെ ചീനമരയ്ക്കയും വെള്ളരിക്കയും കത്തിരിക്കയും ഉണ്ടെങ്കിൽ സാമ്പാറിന് നല്ല ടേസ്റ്റായിരിക്കും കിട്ടുന്നത്. എൻ്റെ കയ്യിൽ ഇന്ന് പച്ചക്കറി ഇല്ല. ഇപ്പോൾ ഉള്ളത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചീനമരയ്ക്ക ഉണ്ട്, വെണ്ടയ്ക്കയില്ല, മുരിങ്ങക്കോലും ഇല്ല. ബട്ട് ഐ ഡു ഹാവ് ദാറ്റ് കുഞ്ഞു കത്തിരിക്ക, തക്കാളി ഉണ്ട്, മല്ലിയില, പിന്നെ നമ്മുടെ എന്താ പറയുന്നത് പംകിൻ, പിന്നെ ചേമ്പ്. ഈ നമ്മൾ സാധാരണ സാമ്പാർ ഇടുമ്പോഴത്തേക്ക് ഒന്നെങ്കിലും മുരിങ്ങ വാട്ട് ഈസ് ദാറ്റ് സ്ലൈം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കയും അല്ലെങ്കിൽ ചേമ്പ് ഇടുകയാണെങ്കിൽ അതിൻ്റെ മെഴുമെഴുക്ക് പോലത്തെ സംഭവം കാണത്തില്ലേ, കുറുകി വരും. സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ കൂട്ടത്തിലൊരു കുഞ്ഞു സവാള, എനിക്ക് കുഞ്ഞുള്ളി ഇല്ലാത്തത് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ്. പിന്നെ പിന്നെ ഒരു പരിപ്പെല്ലാം എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം, പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളവും കരിവേപ്പിലയും ഇതൊക്കെ കടുക് താളിച്ചിട്ട് ഇടാനാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കുക്കറിൽ വെക്കുകയാണ്. എൻ്റെ ഇഡ്ഡലി ഏതാണ്ട് ആയി, നല്ലോണം പറഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ പതപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് അല്ല ചെയ്യുന്നത്, നേരിട്ട് തവി എടുത്ത് വെച്ചിട്ട് അതിൽ ഒരു സ്പൂണ് ഞാൻ സ്കൂപ്പ് ചെയ്ത് ഇടും. അപ്പോൾ ആ പതയോട് കൂടി തന്നെയാണ് എടുക്കുന്നത്. കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലും കൂടി ഒന്ന് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇതിനി ഞാൻ കുറച്ച് ദോശയ്ക്കും കൂടി എടുത്തതിന് ശേഷം മാറ്റി വയ്ക്കും. ഇല്ലെങ്കിൽ ഒരു വട്ടം കൂടി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് അടച്ച് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കും. അതിലിടുന്ന പൊടികൾ, എൻ്റെ അടുത്ത് സാമ്പാർ പൊടി ഇങ്ങനെ സെപ്പറേറ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നത് തീർന്നു. ബ്രാഹ്മിൻസിൻ്റെ യൂഷ്വലി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് സാധാരണ എൻ്റെ കയ്യിലിരിക്കുന്ന പൊടികൾ, നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞളും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ ജീരകവും കടുകും താളിക്കാൻ വേണ്ടിയിട്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കായം, ഇത്രയും വെച്ചിട്ട് ഈ സവാള ഞാൻ പകുതി കഷ്ണം അതിൽ കുക്കറിൽ വേവിക്കുന്ന സമയത്ത്, പച്ചക്കറി വേവിക്കുന്ന സമയത്ത് കൂടെ ഇടുന്നുണ്ട്. ബാക്കി കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ട് കടുക് താളിക്കാനായിട്ട് പച്ചമുളകിനോടൊപ്പം തടുക്ക ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇഡ്ഡലിയായി ഞാൻ മാറ്റി വെച്ചു. പച്ചക്കറി ഇത്രയും അരിഞ്ഞ് ഇതേ കുക്കറിൽ നേരിട്ടായിട്ടിരിക്കുന്ന പരിപ്പിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പകുതി സവാള ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് കടുക് താളിക്കാൻ വേണ്ടിയിട്ട്. കരിവേപ്പിലയും പിന്നെ മല്ലിയില എത്രയും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക, പുളി എത്രയും. ഈ പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം റെഡിയാക്കാം. നമുക്കിനി അടുത്തത് കുക്കറൊന്ന് അടച്ചു വയ്ക്കുക. അതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, അടുത്ത പരിപാടിയിലേക്ക് ഇതുകൂടി വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു 3-3.5 വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ചെറിയ തീയിലൊന്ന് ആക്കി വയ്ക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഇത് പ്രഷർ അത്രയും പോയിൻറ്റ് റിലീസ് ചെയ്തതിന് ശേഷം കടുക് താളിക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ചട്നി ഉണ്ടാക്കാം. ചട്നിക്ക് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ ഇല യൂസ് ചെയ്തിട്ട്, മല്ലിയിലയാണ് നേരത്തെ ഒരു കെട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ തണ്ട് കളഞ്ഞിട്ടില്ല, അപ്പോൾ തണ്ടും കൂടി എടുക്കുന്നുണ്ട്. അതുപോലെ ഫ്രഷ് ഒരു കെട്ടും കൂടി മല്ലിയില, അങ്ങനെ 1.5 കെട്ട് എന്ന് പറയാം നമുക്ക്. പിന്നെ പുതിന ചെറിയൊരു കെട്ടാണ് കേട്ടോ, ചെറുത്. ഇത് 2 കെട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്. ഇത്രയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിലെടുത്തിട്ട് സാധാരണ ചട്നി ഉണ്ടാക്കുന്ന പോലെ, വേറെ ദ്രവ്യങ്ങളോ അങ്ങനെയൊന്നും ഇടുന്നില്ല, ഉപ്പ് മാത്രം ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു പുളിപ്പിടാമെന്ന്, പിന്നെ തോന്നി വേണ്ട, കാരണം എനിക്ക് 2 ദിവസത്തേക്കും കൂടി ഞാൻ വേറെ വല്ല പർപ്പസിനും കൂടി ഉപയോഗിക്കും ഉള്ള ഉദ്ദേശം കൂടിയുണ്ട്. കാരണം എനിക്ക് മീറ്റ് കുറച്ചുണ്ട്, അപ്പോൾ പുളി എടുത്ത് അതിനകത്ത് അരച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം അത് പുളി അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സാമഗ്രികൾ മാത്രം വെച്ചിട്ട് ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വാസന കേട്ടോ, മല്ലിയിലയുടെയും പുതിനയുടെയും. നല്ലോണം കഴുകണം, കാരണം മണ്ണൊക്കെ കാണാം. ശരിക്കും നമുക്ക് ചട്നിയിൽ വരുമ്പോഴത്തേക്ക് കടിക്കാൻ കിട്ടും. പക്ഷെ അത് രണ്ടും കൂടി ഇട്ടിട്ട് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സ്മെല്ലെന്ന് അറിയാം, പുതിനയുടെയും മല്ലിയുടെയും. ഇത് ശരി നല്ല ടേസ്റ്റാണ് കേട്ടോ. മീൻറ്റും ഹെർബ്സ് അല്ലേ, നമുക്ക് ഡൈജഷനൊക്കെ നല്ല ഇതാണ്. ഇത് ആർക്കെങ്കിലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. കൂടുതൽ ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഈ ഉള്ള ഇലകളൊക്കെ എടുത്തിട്ട് കുറച്ച് നാളികേരം കൂടി എടുത്തിട്ട് ഉപ്പും പച്ചമുളകും, വേറെ എന്താ നമുക്കറിയാവുന്ന സാധനങ്ങളൊക്കെ തന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തട്ടിക്കെടുക്കുക, ലിക്വിഡായിട്ടല്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതേ മസാല തന്നെ മീറ്റിലിടുമ്പോഴത്തേക്ക് ബാക്കി ഗരം മസാലയും കൂടി ചേർത്തിട്ട് ബാക്കിയുള്ള പരിപാടിക്ക് എടുക്കാം. ഇതിപ്പം വടക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. വടയ്ക്കും ഇഡ്ഡലി, ദോശ എല്ലാത്തിനും കൂടി പോകും. മൾട്ടിയാണിത്. അങ്ങനെ ഇനി ഞാനിത് നേരിട്ട് ഇടാൻ പോകുന്നത് നമ്മുടെ മിക്സി ജാറിൽ ആവശ്യത്തിന് ഷ്രെഡഡ് കോക്കനട്ട്, ഏതാണ്ട് ഇത്രയും എടുത്തിട്ടുണ്ട്, അതായത് ഒരു പിടി. പിന്നെ എരിവിന് പച്ചമുളകാണ് എടുക്കുന്നത്. അതൊന്ന് നീളമുള്ള തന്നെയൊക്കെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുക.
പിന്നെ ഈ ഒരു തണ്ട്, ഇതിൽ രണ്ടും മിക്സ് ചെയ്തിരിക്കുവാണ് നമ്മുടെ മല്ലിയിലയും പുതിനയും. ഇതിനെ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോഴത്തേക്ക് ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരയ്ക്കുവാണെങ്കിൽ, കുഞ്ഞു ഇതായിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ അരയാനായിട്ട് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ എടുത്തെടുത്തിട്ട് മിക്സി ഒന്ന് കറക്കി കൊടുക്കേണ്ടി വരും. മിക്സിയുടെ ആ ബ്ലേഡിൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. പൾസിലിട്ടിട്ട് 1-2 വട്ടം അടിച്ചെടുത്തതിന് ശേഷം പിന്നെ സ്മൂത്ത് പേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് നേരിട്ടിടാം. ഇങ്ങനത്തെ ചട്നീസ്, മിൻറ്റ് ചട്നീസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് എപ്പോഴും ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു എരിവ്, ഒരു പൊടി കുറച്ചൊന്ന് കയറി നിൽക്കണം. അപ്പോൾ അതിന് പറ്റിയ പച്ചമുളക് എടുക്കണം കേട്ടോ. കുറച്ചും കൂടി നല്ല രീതിയിൽ എരിവ് കിട്ടത്തക്ക രീതിയിൽ എരിവും ഉപ്പും കൂടി കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ എല്ലാവർക്കും, ഇപ്പം എല്ലാം കൂടി ഒരുമിച്ച് കയറത്തില്ല. അപ്പം ഞാൻ ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം എൻ്റെ സാമ്പാറിൻ്റെ ഇതായി ആദ്യം എത്രയോന്നായിട്ട് അരച്ചതിന് ശേഷം ബാക്കി ഞാൻ പിന്നെ എടുക്കാം. ഇതാണ്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് കറക്കിയെടുത്ത് നല്ല സ്മൂത്ത് ഫൈൻ പേസ്റ്റായിട്ട് എടുക്കാൻ പോവുകയാണ്. മതി, നമുക്ക് ഒന്ന് നോക്കാം. നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, ഇതാണ് നമ്മുടെ മിൻറ്റ് കൊറിയാണ്ടർ കോക്കനട്ട് ചട്നി, ഗ്രീൻ ചില്ലി വെച്ചിട്ട്. വേറൊന്നുമില്ല, ഉപ്പും പച്ചമുളകും മാത്രം. ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. നല്ല എരിവുണ്ട്. ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമ്പോഴേ നമ്മുടെ ആ മിൻറ്റിൻ്റെയൊക്കെ ഫ്ലേവറില്ലേ, നമ്മൾ വായിൽ വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ അറിയാമല്ലോ, ആ ഫ്രഷ് ഫീൽ കിട്ടുന്നത്, അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്ക് ഇതെടുക്കാം. ഒരു റിലീസ് ചെയ്യാനായിട്ടുള്ള എളുപ്പ പരിപാടിയാണ് കേട്ടോ. വെള്ളത്തിൽ പൈപ്പിൻ്റെ മൂട്ടിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് വെള്ളം വീഴുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ മാറിക്കിട്ടും. ഇതിനോടൊപ്പം തന്നെ ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്ന പരിപ്പും അതിൻ്റെ ആ കളേഴ്സൊക്കെ ഇല്ലേ, എനിക്കത് കാണുമ്പോൾ വല്ലാണ്ട് തോന്നും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു നമ്മുടെ സ്ക്രബ്ബർ കൊണ്ട് അങ്ങ് എടുത്ത് കളയണമെങ്കിൽ നന്നായിട്ട് എടുക്കും. കാരണം രണ്ടാമത് ഞാൻ ചിലപ്പം കുക്ക് ചെയ്തതിന് ശേഷം ഈ അടപ്പ് തന്നെ ആയിരിക്കും വെക്കുന്നത്. ഇപ്പോൾ അരിയാണെങ്കിലും ചോറാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ പശയായിട്ട് ഇങ്ങനെ വീണ് നടക്കും. ഞാനത് സാധാരണ യൂഷ്വലി ചെയ്യുന്ന വെച്ചാൽ ഒന്നുകിൽ പതുക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ എടുക്കുന്ന സമയത്ത് ഇതൊന്ന് എടുത്ത് വിസിലെടുത്തതിന് ശേഷം കൊണ്ട് കഴുകിയിട്ട് വയ്ക്കും. അല്ല നേരിട്ട് ചൂടോടെ കഴിക്കണം അപ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രഷർ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ കഞ്ഞിവെള്ളത്തിലും കഴുകി കളയും. അപ്പോൾ നോക്കി എല്ലാം റിലീസായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കുക. അതിന് മുമ്പൊന്ന് തുറന്ന് നോക്കിയിട്ട് എന്താ ഇതിൻ്റെ അവസ്ഥ നോക്കാം. വേറൊന്നുമല്ല, നമ്മുടെ സാമ്പാർ പരിപ്പും എല്ലാം ഏതാണ്ട് ഒരു പരിവായി. ഇനി ഞാൻ ഇതിനകത്ത് ഒരു തവി ഇട്ടിട്ട് ഉടക്കേണ്ട താമസമേ ഉള്ളൂ, ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെച്ചിട്ട് കുറച്ച് പൊടിവെള്ളം കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ബാക്കി പൊടികളും ചേർത്ത് വെച്ചതിന് ശേഷം ഫൈനലി കടുക് താളിക്കുകയാണ് ചെയ്യുന്നത്. തക്കാളിയൊക്കെ പതുക്കെ ഒന്ന് ഉടച്ചെടുക്കുക. എല്ലാ പച്ചക്കറിയും നമുക്ക് ഉടച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പം വേണ്ടത് മാത്രമേ ഞാൻ ഇങ്ങനെ ഉടയ്ക്കുന്നുള്ളൂ. കാരണം കത്തിരിക്കയും ചേമ്പുമൊക്കെ അങ്ങനെ ഇരിക്കണം. സവാള അതുപോലെ പതുക്കെ ഒന്ന് തൊട്ടാൽ മതി, അങ്ങ് ആയിക്കോളും.
കൂടുതലൊന്നും ചെയ്യേണ്ട, കാരണം അതുപോലെ വെന്തിട്ടുണ്ട്. പിന്നെ കത്തിരിക്ക ദോസ് തിങ്സ് ഞാനത് അങ്ങനെ തന്നെ വെക്കുവാണ്. ആ കഷ്ണമായിട്ട് തന്നെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട്. തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ട് അല്ല ഇട്ടത്, സവാള അതുപോലെ പകുതി മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ സാധനങ്ങൾ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടുതൽ പരിപ്പൊക്കെ കണ്ടോ എന്ത് ഇതായിട്ട് മാഷായിരിക്കുന്നത്. നമുക്കിനി അതിനകത്തൊന്നും ചെയ്യാനില്ല. മത്തങ്ങയാണെങ്കിലും തൊടാൻ പാടില്ല, ആ കഷ്ണം അതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ. പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കുവാണ് ആ വെള്ളം. ഇഡ്ഡലിക്ക് ദോശയ്ക്കും സാമ്പാറിൽ ഇങ്ങനെ ഒത്തിരി ഉണ്ടെങ്കിൽ മുക്കി കുടിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നമുക്ക് എന്തോ കുടിക്കാനല്ല, കഴിക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി വെള്ളമാണെങ്കിലും പ്രശ്നം വരില്ല. അതിൻ്റെ കൊത്ത് മാറ്റി വയ്ക്കുക. ഉപ്പ് ആവശ്യത്തിന്. ഇച്ചിരി മല്ലിപ്പൊടി 1 സ്പൂണ്. ആവശ്യത്തിന് എരിവ്. ഇത് കശ്മീരി ചില്ലിയാണ്, ഇപ്പോൾ 2 സ്പൂൺ ഇടുന്നുണ്ട്. പച്ചമുളക് വേറെ ഒന്നും ചേർത്തിട്ടില്ല, അപ്പോൾ ഇച്ചിരി എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2-2.5 സ്പൂൺ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴുകി വെച്ചിരിക്കുന്ന മല്ലിയില. സാമ്പാറിന് മല്ലിയില വേണം, അതില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണില്ല. ഇങ്ങനെ ഒന്ന് ഞവടിയിട്ട് ഇട്ട് കൊടുക്കുക, ഫ്ലേവേഴ്സ് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് താളിച്ചിട്ട് ഇഡ്ഡലിയിടാം. ആ സമയത്ത് മഞ്ഞളിൽ ചേർക്കാം. ചേർത്ത് ഇനി ഇച്ചിരി കായം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സാമ്പാറിന് കായം അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന ഇതിൽ പൊടികളിൽ വിട്ടുപോയതാണ്. അതുപോലെ കടുക് താളിക്കുമ്പോഴും സാധാരണ ചിലർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കടുകിൻ്റെ കൂട്ടത്തിൽ ഈ സദ്യ സാമ്പാറൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിൽ കടുക് താളിക്കുന്നത് ഫൈനൽ തിങ്, അതിലാണ് ഈ ടേസ്റ്റൊക്കെ ഇരിക്കുന്നതെന്ന് പറയും. ജീരകവും പച്ചമുളകും വറ്റൽമുളകും കരിവേപ്പും മഞ്ഞളും ഇച്ചിരി കടുകും കൂടി, കടുകല്ലല്ലോ കായപ്പൊടിയും കൂടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ പൊട്ടി വരുന്ന സമയത്ത് നേരിട്ട് ഇതിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ഇട്ടിട്ട് അത് ഒരു പാത്രം അടച്ചു വയ്ക്കുക. ആ സ്മെല്ലെല്ലാം അതിലിരുന്ന് ഇറങ്ങും. പിന്നെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഫ്ലേവറായിരിക്കും അതിൻ്റെത്. കടുക് താളിക്കാനായിട്ട് ചൂടായിട്ടുണ്ട് പാന്. അതിൽ ഞാൻ ആവശ്യത്തിന് എണ്ണ, കല്ല് നല്ല ചൂടാണ്. ഇതിന് ആദ്യം ഒരു കടുകൊന്ന് ഇട്ട് വെക്കാം. പൊട്ടുവാണെങ്കിൽ ബാക്കി ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് കാര്യമില്ലത്. ഈ സമയം കൊണ്ട് ഉള്ളിയും കരിവേപ്പിലയും വറ്റൽമുളക് 2-3 ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചു കൊടുക്കുക. പിന്നെ സവാള ഒന്ന് മൊരിച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്തെടുക്കാം.
ഇത്രയൊന്നും ആകട്ടെ. നല്ലോണം മൂപ്പിച്ചെടുക്കാം കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ശരിയായിട്ട് കിട്ടത്തുള്ളൂ. ഉള്ളിയൊക്കെ നല്ലൊന്ന് ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക്, കടുക് ഓൾറെഡി പൊട്ടിക്കഴിഞ്ഞു, ബ്രൗണിഷ് കളർ ഉള്ളിയും കൂടി കിട്ടിയാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ശരിയായിട്ട് വരത്തുള്ളൂ. പൊടികൾ ഇപ്പോൾ ഇടുകയാണെങ്കിൽ നമുക്ക് പുകഞ്ഞു തുടങ്ങും. അപ്പം ലാസ്റ്റ് അങ്ങോട്ട് താളിക്കുന്നതിന് തൊട്ട് മുമ്പേ ഇട്ട് വെച്ചാൽ മതി. ഒരു ലേശം കായം, ഇച്ചിരി മഞ്ഞൾപ്പൊടി. നമ്മുടെ കടുവറ സാമ്പാറിനുള്ളത് ആയിട്ടുണ്ട്. ഇനി കൂടുതലത് മുപ്പിക്കാൻ നിൽക്കേണ്ട. സാമ്പാർ തിരിച്ചിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ പഴയൊരു ദോശക്കല്ലിലാണ് ഇത് ചെയ്യുന്നത്. കാരണം എനിക്കിതിലിപ്പം ദോശ ശരിയായിട്ട് വരത്തില്ല. അതിൽ കൂടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പാത്രം ഏതെങ്കിലും ഒന്നിനെ അടച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ കടുക് താളിക്കാനോ അല്ലെങ്കിൽ ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാനോ ആണ് ഇത് മിക്കവാറും എടുക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. കുറച്ച് നേരം അതിൽ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. ഇനി ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഒരു ദോശ ചുട്ടെടുക്കുവാണ് എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി എല്ലാവരും ഇപ്പോഴും ഉറക്കമാണ്, എണിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ ഇഡ്ഡലിയുടെ കൂട്ടത്തിൽ ദോശയും പ്ലസ് ഞാൻ എണ്ണ സൈഡിലൊരു ചെറിയൊരു പാനിൽ വെച്ചിട്ടുണ്ട് ഉഴുന്ന് വടയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ദോശക്കല്ലൊന്ന് തടവി കൊടുക്കാം. ആക്ച്വലി മസാല ദോശ മാതിരി എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ, അത്രയും വലുതായിട്ട് ഉണ്ടാക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് ചെയ്തേക്കാം. എക്സസ് എണ്ണ ഉണ്ടെങ്കിൽ അത് ചിലപ്പം മേലേക്ക് വരില്ല. അപ്പം ഒരേപോലെ ഈവനായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കിച്ചൺ ടവൽസോ ഉണ്ടെങ്കിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു കഷ്ണം ഉള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞു സവാളയില്ല അത് നടുക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ആയി, എണ്ണയും നല്ല ചൂടായി വരുന്നുണ്ട്. ഞാൻ കുറച്ച് ഹീറ്റ് കുറച്ച് വയ്ക്കുകയാണ്. ഇനിയിപ്പം നമ്മുടെ ദോശ, ഈ മാവ് ഈ സമയത്ത് ഇനി സ്പ്രെഡ് പതപ്പിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ദോശ ശരിയാകത്തില്ല. ഇഡ്ഡലി മാത്രമല്ലല്ലോ ദോശ. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്കൊരു ബാക്കി വരുന്ന മാവ് വേറൊരു പാത്രത്തിലാക്കിയിട്ട് അടപ്പുള്ള പാത്രത്തിൽ കോരിയെടുത്ത് വയ്ക്കുന്നതാണ് ബെസ്റ്റ്. ഒരു തവി നല്ലെണ്ണയുടെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ, പക്ഷെ പ്രിഫറൻസ് ഫസ്റ്റ് നല്ലെണ്ണയ്ക്കാണ്. ഇതൊന്ന് മൊഴിയട്ടെ. നമുക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഉഴുന്ന് വടയ്ക്ക് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവാണ്. ഇതിൽ ഉള്ളിയും പച്ചമുളകും പിന്നെ കറിവേപ്പില, ഉഴുന്ന് മാവ്, ഉപ്പ്. ഇത് സ്പൂൺ കൊണ്ടാണ് ഇടുന്നത്. ഷേപ്പൊന്നും നോക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഒരു 5 എണ്ണത്തിനുള്ള സ്പേസ് ഉണ്ട്. നടുക്ക് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. അതിലേക്ക് ഒന്ന് ഇട്ട് വെക്കാം തൽക്കാലത്തേക്ക്. ഈ ടൈമിൽ നമ്മുടെ ദോശ
ആര് ചെയ്ത ഭാഗ്യമാണെന്നും അറിയില്ല. ഏതായാലും ദോശ ഇളകി വന്നിട്ടുണ്ട്. തിരിച്ചിട്ടപ്പോൾ മാത്രമേ ഉള്ളൂ പാളിയത്. അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ഇതായിരിക്കും, മസിൽ പിടുത്തമായിരിക്കും ഇതിനോട്. വടയും ഒക്കെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അതായത് കറക്റ്റ് മാവാണ് ഇത്. താഴോട്ട് ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ല പതഞ്ഞ് വരുന്ന മാവിനെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് മേലിൽ ഫ്ലോട്ട് ചെയ്തേ കിടക്കും. ശരിക്കും കുഴിപ്പാത്രം ഉണ്ടെങ്കിൽ അതിൽ എണ്ണ വടയൊക്കെ ഉണ്ടാക്കുന്നത് അതെല്ലാം നല്ലത്. ഇങ്ങനത്തെ പ്രഷർ ചെറിയൊരു ഫ്ലാറ്റ് സർഫസ് ഉള്ള പാൻ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ, കുഴിപ്പാത്രത്തിലിട്ടിട്ട് ഒന്ന് ഉറച്ചു എണ്ണ ഒഴിച്ചിട്ട് അവർ ചെയ്തെടുക്കുന്നത്. അതിങ്ങനെ പൊന്തി വരുമ്പോഴത്തേക്ക് എൻ്റെ ഈ ആക്രാന്തം കാരണമാണ് കേട്ടോ ഞാനിട്ട് കിണ്ടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ കിണ്ടാൻ പോയത് ആയി എന്ന് കാണുമ്പോഴത്തേക്ക്, ചെറുതായിട്ടെങ്കിലും ആയെന്ന് കാണുമ്പോഴത്തേക്ക് ഞാനിട്ട് കിണ്ടാൻ തുടങ്ങും. ഒന്ന് ക്ഷമ വേണം ഇക്കാര്യത്തിൽ. ഇനി ഞാൻ പ്ലേറ്റ് ചെയ്ത് തുടങ്ങാം. നമ്മുടെ ഇഡ്ഡലി ഈ പാത്രത്തിൽ തന്നെ എടുക്കുന്നത്. അപ്പം ഞാൻ എടുക്കുന്ന ഇഡ്ഡലി എത്രയാണെന്ന് വെച്ചാൽ 1 2 3 ദോശ, നല്ലോണം മുരിഞ്ഞതിൻ്റെ ഇതാണ് കേട്ടോ, പകുതി അങ്ങ് തെറിച്ചു പോയത്. അപ്പം അതിനൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. ഇനി വട. എൻ്റെ ഫൈനൽ പ്ലാറ്റർ 1 ഗ്രീൻ ചട്നി, സാമ്പാർ, ഇഡ്ഡലി, വട, ദോശ, സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കോഫി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതും കൂടി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ.
ഇനി സമാധാനത്തോടു കൂടി ഒന്ന് കഴിക്കണം. ഇത് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ചൂടോടെ ഉണ്ടാക്കിയത്, ഇപ്പോൾ ഇറക്കിയതല്ലേ അടുപ്പിൽ നിന്ന്, ഇതൊന്ന് നമ്മുടെ ഗ്രീൻ ചട്നിയിൽ വെച്ചിട്ട്, ഓൾറെഡി ഉള്ളിൽ നല്ല എരിവുള്ളതാണ്, അതിൻ്റെ അകത്ത് വടയിലും കൂടി കുറച്ച് പച്ചമുളകുണ്ട്, അപ്പം എരിവ് കൂടുതൽ കിട്ടുമെന്നറിയില്ല. നല്ല നല്ല ടേസ്റ്റ്. എരിവ് എന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിലും ഉണ്ട് പച്ചമുളക്. ആ മിൻറ്റും മല്ലിയുടെയും ആ സ്പൈസിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സില്ലേ, അത് ഭയങ്കരമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് തേങ്ങ ഇട്ടാലും നമുക്കറിയത്തില്ല തേങ്ങാ ചട്നിയാണെന്ന് പോലും ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഭയങ്കര ചൂട്. സവാളൊക്കെ മൊരിഞ്ഞിട്ട് ഉഴുന്നതിന് കറക്റ്റ് നമ്മുടെ ആ ഷേപ്പിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ, പക്ഷേ ബാക്കിയെല്ലാം ടേസ്റ്റും ഉഴുന്നുവട തന്നെയാണ്. എനിക്ക് കറക്റ്റായിട്ട് ഉഴുന്ന് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ഇടാൻ കറക്റ്റായിട്ട് അറിയില്ല, തെറ്റിപ്പോവും. ഇനി ദോശ ഓൾറെഡി നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ആ ക്രിസ്പി ആയിട്ടുള്ളത് സാമ്പാറിലൊന്ന് മുക്കിയിട്ട് ഇതിനും ആ കായത്തിൻ്റെ ടേസ്റ്റ്. ശരവണ ഭവനൊക്കെ തോറ്റും കേട്ടോ. എന്തിനാ അവിടെയൊക്കെ പോകുന്നത്? വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക, വയറ് നിറച്ചും. എവിടെയും പോകേണ്ടി വരില്ല. ഇനി ഇതിനകത്ത് ആലു മസാലയും കൂടി ചേർത്ത് ഇത് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ മസാല ദോശ തന്നെയാണ്. കുറച്ച് ഇത്രയും ക്രിസ്പി ആക്കാൻ നിൽക്കുന്നുണ്ട്. ശബ്ദം കേൾക്കുന്നുണ്ട് ക്രിസ്പിയുടെ. അവനവൻ്റെ ഫുഡ് വീട്ടിലുണ്ടാക്കി അവനവൻ കഴിക്കുമ്പോഴത്തേക്ക് കടയിൽ പോയി സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഈ തണുപ്പത്തിന് കടയിൽ പോകണമെന്ന് വെച്ചാലും ഹോട്ടലിൽ എവിടെയും പോയി കഴിക്കണമെന്ന് വെച്ചാലും 1-ാം തീയതി പലരും പോകുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ അവിടെ പോകുന്നുണ്ട്. ശരവണ ഭവൻ ഇവിടെയൊക്കെ ഉണ്ട്, ദോശ ഹട്ട്, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ. അവിടെ ചെന്ന് വെയിറ്റ് ചെയ്ത് ഈ തണുപ്പത്ത് പോയി ഇറങ്ങിയിരുന്ന് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ വയറ് നിറച്ചും കിട്ടും. ഇനി നമ്മുടെ ഫൈനൽ ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ്സും കൂടി അറിയണം. എൻ്റെ യൂഷ്വൽ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഇഡ്ഡലി വിത്ത് കപ്പലണ്ടി ഇല്ലേ, അതിൻ്റെ ചട്നി വെച്ചിട്ട് അത് ഇച്ചിരി എരിവ് കൂട്ടിയിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നത്, ആ ചട്നിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതിന്ന് ഇപ്പം നമ്മുടെ 1-ാം തീയതി പ്രമാണിച്ചിട്ട് വയറ് നിറച്ചും ഫുഡ് കഴിക്കാം, ഈ ആണ്ട് നിറച്ചും വയറ് ഇഷ്ടമുള്ള ഫുഡൊക്കെ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറയുമല്ലോ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിറച്ചും കിട്ടുമെന്നുള്ളത്. ഇഡ്ഡലിക്കും ചട്നിക്കും നല്ല നല്ല ഇത് വടേനേക്കാളും കൊള്ളാം ഇഡ്ഡലിയും ചട്നിയും കഴിക്കുമ്പോഴത്തേക്കും. ഇനി ഇഡ്ഡലിയും സാമ്പാർ. ആ കായത്തിൻ്റെതും വെജിറ്റബിൾസിൻ്റെ ഒക്കെ ആ ഒരു മാഷ് ചെയ്ത ആ ഒരു സ്ലൈമർ ഇത് കിട്ടിയത് മറ്റേ ചേമ്പ് കിഴങ്ങ് ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ ഇതും എല്ലാം നന്നായിട്ട് ഇതിനൊരു മസാലപ്പൊടിയോ സാമ്പാർ പൊടിയോ ഒന്നും ആവശ്യമില്ല. നമ്മളെ സാധാരണ മഞ്ഞളും മല്ലിയും മുളക് പൊടിയും കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കടുവറുത്തെടുത്താൽ മതി, സാമ്പാർ സൂപ്പറാണ്. അപ്പോൾ ഞാനിവിടെ വെച്ച് നിർത്തുവാണ് എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി 2025. നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കുക. ഈ വർഷം നല്ല ആരോഗ്യത്തോടെ നിൽക്കുക, സ്വന്തമായിട്ട് കെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വർക്കിലും എന്താണെങ്കിലും പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഒന്നും ചെയ്യാണ്ട് ആ രീതിയിൽ പോവുക. അപ്പം ബൈ.